വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീൽ പള്ളിവയൽ വിമതൻ സീറ്റ് ലഭിക്കാതെ വന്നതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. പാർട്ടി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജഷീർ പള്ളിവയൽ. വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയും രംഗത്തെത്തി. കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള പട്ടിക പുറത്തുവന്നതോടെ അതൃപ്തി പ്രകടമാക്കുകയാണ് സമസ്ത. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൌരന്മാരാക്കിയെന്ന് സമസ്ത നേതാക്കൾ പ്രതികരിച്ചു. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 50ലേറെ സീറ്റുകളിൽ പരിഗണിച്ചത് 2 മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മാത്രമാണ് എന്നതാണ് വിമർശനം. ചെറുപ്പക്കാരായ പലരെയും തഴയുകയോ ഇകഴ്ത്തുകയോ ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിലേക്ക് കോൺഗ്രസ് പരിഗണിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജഷീർ പറഞ്ഞു. പാർട്ടിക്കകത്തു നിന്ന് 1-2 ആളുകളുടെ താൽപര്യങ്ങൾക്കനുസൃതമായി നാട്ടിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് ഇന്നും രാജിയുണ്ടായി. സേവാദൾ വനിതാ വിഭാഗം ജില്ലാ അധ്യക്ഷ റീത്ത സ്റ്റാൻലി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് നടവയൽ ഡിവിഷൻ ജനതാദൾ സെക്യുലർ സ്ഥാനാർത്ഥിയാകും. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.